എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. പിതാവ് എനിക്ക് തന്നതാണ് നിങ്ങളെ ഒന്നിനെയും ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല. ഒടുക്കത്തെ നാളിൽ ഞാൻ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. തൻ്റെ അടുക്കൽ കടന്നു വന്ന, തൻ്റെ വചനം കേട്ട് തന്നെ അനുഗമിക്കുന്ന ശിഷ്യഗണത്തോട് യേശു വിളിച്ചു പറഞ്ഞു, നിങ്ങളെ ഞാൻ കൈവിടില്ല, ഉപേക്ഷിക്കില്ല, തള്ളിക്കളയില്ല. ഒടുക്കത്തെ നാളിൽ ഞാൻ നിങ്ങളെ ഉയർപ്പിക്കും. ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവിൻ്റെയാണ്. യേശു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. ദൈവം നിങ്ങളെ ഒരു നാളും തള്ളിക്കളയില്ല. നിങ്ങളെ സ്വന്തമാക്കാൻ ദൈവം കൊടുത്ത വില എന്താണ് നിങ്ങൾക്കറിയാമോ? തൻ്റെ ഏകജാതനായ പുത്രനായ യേശുവിനെ നിങ്ങൾക്ക് പകരം കൊടുത്തു, മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പുത്രൻ്റെ ചോരയാലാണ് പിതാവ് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത്. പ്രിയപ്പെട്ടവരെ, വലിയ വില മുടക്കിയാണ് നിങ്ങളെ അവൻ സ്വന്തമാക്കിയത്. അതൊരിക്കലും നഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല, തിരിച്ചു പിടിച്ചതാണ്. ഇനി ഒരിക്കലും കൈവിട്ട് കളയില്ല. നിങ്ങൾ എന്തിനാണെന്നോ ദൈവം വിലയ്ക്ക് വാങ്ങിയത്? നിങ്ങളെ നിത്യതയിൽ കൊണ്ടുപോകാനാ. നിങ്ങളുടെ അകത്ത് ദൈവം ഇപ്പോൾ വസിക്കുക. ദൈവം തൻ്റെ വിശുദ്ധ മന്ദിരമാക്കി നിങ്ങളെ ശുദ്ധീകരിച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അകത്ത് ദൈവമുണ്ട്. നിങ്ങളത് അറിയുന്നുണ്ടോ? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. എന്നാൽ നിങ്ങളെ ദൈവത്തിൻ്റെ മന്ദിരമാക്കാൻ, നിങ്ങളുടെ അകത്തൊന്ന് വസിക്കാൻ ദൈവം സഞ്ചരിച്ച പാതകൾ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അവൻ സഞ്ചരിച്ച വഴിയിലൂടെ അവൻ അനുഭവിച്ച പങ്കപ്പാടുകൾ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അവൻ കൊടുത്ത വില എന്താണെന്നറിയാമോ? നിങ്ങളുടെ അകത്ത് വന്ന് വസിക്കാൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാചിനെയും അവൻ്റെ വാഴ്ചകളൊക്കെ തകർക്കണമെന്നറിഞ്ഞ ദൈവം, നിങ്ങളുടെ അകത്ത് വസിക്കാൻ, നിങ്ങളുടെ പാപത്തെ ചുമക്കണമെന്നും മരണം നീക്കണമെന്ന് പറഞ്ഞ ദൈവം നിങ്ങൾക്ക് പകരമായി ക്രൂശിൽ തകർക്കാൻ പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തത് നിങ്ങൾക്കറിയാമോ? ആ കഷ്ടപ്പാടുകളൊക്കെ കടന്നുപോയി, വാഴ്ചകൾ, അധികാരങ്ങൾ, ആയുധവർഗം വെപ്പിച്ചിട്ട് മരണത്തിൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടിയിട്ട്, മരണമേ നിന്റെ ജയം എവിടെയെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിട്ടാണ് നിങ്ങളെ സ്വന്തമാക്കിയത്, നിങ്ങളുടെ അകത്ത് വസിക്കാൻ തുടങ്ങിയത്. വലിയ വില മുടക്കിയിട്ടുണ്ട്. നിങ്ങളത് അറിയണം. യേശു പറഞ്ഞു, ഞാൻ കൈവിട്ട് കളയില്ല, തള്ളിക്കളയില്ല. നിങ്ങളത് അറിയണം, നിങ്ങളത് പറയണം. വലിയ വില മുടക്കിയ ഒരുവനുണ്ട്, എന്നെ നഷ്ടപ്പെടുത്താത്ത ഒരുവനുണ്ട്. അവൻ എന്നെ ഒരു നാളും തള്ളിക്കളയുകയില്ല. വിശ്വസിക്കുക, ദൈവം നിന്നെ നഷ്ടപ്പെടുത്തുകയില്ല. ദൈവം നിന്റെ കുടുംബത്തെ നഷ്ടപ്പെടുത്തുകയില്ല. ദൈവം നിന്റെ തലമുറകളെ നഷ്ടപ്പെടുത്തുകയില്ല. വലിയ വില മുടക്കി അവൻ നിന്നെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെടുത്തുകയില്ല. വീട്ടിലെത്തുന്നത് വരെ ചുമക്കും. കാഹളം ധ്വനിക്കുമ്പോൾ നിന്നെ ഉയർപ്പിക്കും. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാ. വിശ്വസിക്കുക, വചനത്തോട് പ്രതികരിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.